ഇപ്പോൾ ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ കോഴ്സ് വർക്ക് കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ആൻസേഴ്സ് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇഫ് ടു ആൻഡ് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് അപ്ലൈ ടു യുവർ ബോഡി ടെൻ ടു എലോങ്കേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഓക്കെ, a 600 mm long circular rod with cross sectional area. അപ്പോൾ ഇത് എന്തുവാ ലോങ് എന്ന് വെച്ചാൽ എൽ തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വെച്ചാൽ എ തന്നിട്ടുണ്ട്. ഈസ് അബ്സോർബ്ഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ 0.4 mm ആണ്. ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ ആണ്. ഇത് ലോഡ് പി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ്. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല എന്തുവാ? ജനറൽ ഫോർമുല എന്തുവാ? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പി ഡിവൈഡഡ് ബൈ എ. പി ബൈ എ ആണ് സ്ട്രെസ്. സ്ട്രെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പോൾ പി എന്തുവാ ഇവിടെ? 18 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 18 ഇൻറ്റു 10⁻³ ഇടണം, ന്യൂട്ടൺ ആവും. പിന്നെ ഏരിയ എന്തുവാ? 300 mm² ആണ് അല്ലേ ഏരിയ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഒരു ആൻസർ കിട്ടും. പിന്നെ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുമ്പോൾ എന്തുവാ? ഡെൽറ്റ എൽ 0.4 ഡിവൈഡഡ് ബൈ 600 mm ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇവിടെ mm ആയതുകൊണ്ട് നോ യൂണിറ്റ് ആയിരിക്കും, ഇവിടെ Nm/mm² ആകും. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ നമുക്ക് Nm/mm² ആണ് കിട്ടുന്നത്. ഓക്കെ, അവർ ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ജിഗാ പാസ്കൽ ആണ്. പാസ്കൽ എന്ന് വെച്ചാൽ എന്തുവാ? Nm/m² ആണ്. ഓക്കെ, ജിഗാ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. അപ്പോൾ mm² നിങ്ങൾ m² മാറ്റണം. ഓക്കെ, ഇവിടെ മീറ്റർ, ഇവിടെ mm ആണ്. അപ്പോൾ മീറ്ററിലേന്ന് mmലേന്ന് മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 1000 ആണ്. ഓക്കെ, ഇത് ആൾറെഡി ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് ഏതാ കിട്ടുന്നത്? 90 ഇൻറ്റു 10⁻³ Nm/mm² ആണ്. ഇങ്ങനെയാണ് നമ്മൾക്ക് ആൻസർ കിട്ടുന്നത്. മീറ്ററിലോട്ട് മാറ്റണം, പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആൾറെഡി ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോകും, ഇൻറ്റു 3 പോകും. അപ്പോൾ ടോട്ടലി 90 ഇൻറ്റു 10⁻⁹ Nm/m² ആവും. അപ്പോൾ ഇതെന്തുവാ? ഇത് ജിഗാ പാസ്കൽ ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് നോ ഡൈമെൻഷൻസ് സ്ട്രെയിൻ. കാൻറ്റിലിവർ ബീം തന്നിട്ടുണ്ട്. കോൺസെൻട്രേറ്റർ ലോഡ് അറ്റ് ഫ്രീ എൻഡാണ്. ഇവിടെയാണ് ലോഡ് വന്നിരിക്കുന്നത്. ഇത് കാൻറ്റിലിവർ ബീമാണ്. ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി 0. എവിടെയാണ് ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കുന്നത്? ഫ്രീ എൻഡിലെയാണ് ബെൻഡിങ് മൊമെൻറ്റ് 0. ഓക്കെ, a vertical load 20 kN act on the hinge at a distance of L/4 from the roller support. The vertical reaction at the support Q is, ഇവിടെ what is the vertical reaction ആണ് ചോദിച്ചിരിക്കുന്നത്. that is RQ എന്തുവാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? നമുക്കറിയാം ഹിഞ്ചിൽ ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി 0. ഓക്കെ, ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും ഹിഞ്ചിൽ എപ്പോഴും. അപ്പോൾ റിയാക്ഷൻ ഇവിടെ നമ്മൾ മൊമെൻറ്റ് എടുക്കുവാണെങ്കിൽ RQ ഇൻറ്റു L/4 is equal to 0. അപ്പോൾ എന്തുവാണ് നമുക്ക്? RQ 0 അല്ലേ? സോ 0 Newton. ഓക്കെ, ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഹിഞ്ചിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പം നമ്മൾ റിയാക്ഷൻ ഇവിടെ ഈ പോയിന്റിൽ മൊമെൻറ്റ് എടുക്കുവാണെങ്കിൽ RQ ഇൻറ്റു L/4 ആണ് നമ്മൾ എടുക്കുന്നത്. RQ അല്ലേ നമുക്ക് വേണ്ടത്? is equal to 0 അല്ലേ? അപ്പോൾ RQ 0 ആയിരിക്കത്തില്ലേ? ഓക്കെ, പ്രിൻസിപ്പൽ സ്ട്രെസ് is the magnitude of normal stress. Okay, an element is subjected to two equivalent like stresses sigma on a two mutually perpendicular planes. The radius of the Mohr circle will be. അപ്പം ഇതിൽ നമുക്ക് ഫോർമുല അറിയാലോ. R is equal to, that is radius of the Mohr circle is equal to sigma square root of sigma x minus sigma y divided by 2
the whole square plus tau xy square. ഇതെല്ലാത്തിനും ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് സ്ട്രെസ്സസ് ആണ്. അപ്പോൾ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഈ ടേം 0 ആയി പോകത്തില്ലേ? ഓൺ എ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആയതുകൊണ്ട് ടൗ എക്സും 0 ആയിരിക്കും. അപ്പോൾ ആർ വിൽ ബി എ പോയിന്റ് ഒൺലി. Okay, how do point loads and uniformly distributed loads are represented in SFT? Simple lines and inclined lines. What will be the ratio of Young's modulus to the modulus of rigidity of a material having the Poisson ratio E? 0.2. Young's modulus nu parayunnathu E aanu. Modulus of rigidity nu parayunnathu nammal G naanu represent cheyyunnu. appo E um G um represent cheyyunnathu enduva? E is equal to 2G into 1 plus mu അല്ലെങ്കിൽ 1/m. അതാണ് നമ്മുടെ പോയ്സൺസ് റേഷ്യോ 1 plus mu. അപ്പം ഇതിനകത്ത് mu തന്നിട്ടുണ്ട്, റേഷ്യോ ആണ്. അപ്പോൾ ഈ ജി ഇവിടെ വരത്തില്ലേ? അപ്പോൾ E/G is equal to 2 into 1 plus 0.2. ഓക്കെ, 1 plus 0.2 ആണ്. അപ്പോൾ 0.2 plus 1 1.2 into 2 2.4. ഇതാണ് ആൻസർ. The section modulus of a rectangle with a breadth and depth d will be. Section modulus എന്ന് വെച്ചാൽ എന്തുവാ? Moment of inertia divided by y ആണ്. ഓക്കെ, moment of inertia for a rectangle എന്തുവാ? നമുക്കറിയാലോ, b d cube divided by 12 ആണ്. ഡിവൈഡ് ബൈ y എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഡെപ്ത് ഡിവൈഡ് ബൈ 2 ആണ്, റെക്ടാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ ഈ d ഈ ക്യൂബ് ക്യാൻസൽ ആവും, മുകളിൽ BD² വരും. 2 മുകളിലല്ലേ 2 ഇരിക്കുന്നത്, അപ്പോൾ 2 ഇത് 6 ടൈംസ് ആണ്, BD²/6 ആണ്. ഇഫ് 1 liter of fluid has a mass of 9.25 kg then its specific gravity. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ അല്ലേ? വാട്ടറിന് നമ്മൾക്ക് അറിയാം 1000 kg/m³. ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് ഡിവൈഡ് ബൈ വോളിയം. മാസ് എന്തുവാ? 9.25 kg ഡിവൈഡ് ബൈ വോളിയം എന്തുവാ? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് എന്തുവാ? 10⁻³ m³ ആണ് അല്ലേ? -3 മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 9.25 into 10⁻³ kg/m³ വരുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര? 1000 ആണ്, 1000 kg/m³ ആണ്. ഇപ്പോൾ യൂണിറ്റും 1000ഉം ക്യാൻസലായി പോവും, 9.25 ആണ് വരുന്നത്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ന്യൂട്രൽ ഈക്വലിബ്രിയം? ന്യൂട്രൽ ഈക്വലിബ്രിയം എന്ന് വെച്ചാൽ എബോ ബിലോ എതുമില്ല അറ്റ് ദ പോയിൻ്റ് ആണ്. ഓക്കെ, ബ്ലോക്ക് ഓഫ് വാട്ടർ, ബ്ലോക്ക് ഓഫ് ഐസ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ ഇൻ എ കണ്ടെയ്നർ മെൽറ്റ്സ്. The level of water in the container, it remains the same. Okay, principle of continuity is based on the conservation of mass on. Bernoulli's equation based on energy on. Bernoulli's equation is derived on the following assumptions. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 and 3 മാത്രമാണ്, 2 ഇല്ല, 4 ഇല്ല. The head loss at the pipe inlet of the pipe is dash times than its outlet. അപ്പോൾ ഇതിൽ നമ്മൾ ഹെഡ് ലോസ് അറ്റ് ദ ഇൻലെറ്റ്, എൻട്രൻസ് ഇൻ ദ ഹെഡ് ലോസ് എന്തുവാ? നമ്മുടെ ഫോർമുല എന്തുവാ? V² ഡിവൈഡ് ബൈ 2G. ഹാഫ് ഓഫ് V² ഡിവൈഡ് ബൈ 2G ആണ് എൻട്രൻസിൻ്റെ ലാസ്. ഓക്കെ, എക്സിറ്റിൻ്റെ ലാസ് എന്തുവാ? V² ഡിവൈഡ് ബൈ 2G ആണ്. ഇത് എക്സിറ്റായി നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഹാഫ് ഓഫ് എക്സിറ്റിനിടാം, ഹാഫ് ഓഫ് എക്സിറ്റ്, അതാണ് ഔട്ട്ലെറ്റ്. ഓക്കെ, ദ സം ഓഫ് ദ പ്രഷർ ഹെഡ്, കൈനറ്റിക് ഹെഡ് ആൻഡ് ദ ഡേറ്റം ഹെഡ് ഇസ് കോൾഡ് as total energy line. Which one of the following is a major loss? Frictional loss. Okay, which of the following is true for the most economical trapezoidal section? Trapezoidal section the formula എന്തുവാ? എല്ലാവർക്കും അറിയാലോ, B+2ND divided by 2 is equal to D into root of 1 plus n square. ഇതാണ് നമ്മുടെ ഫോർമുല.
ഇപ്പോൾ ഇതിൽ ഏതാ വരുന്നത്? Total top width is equal to 2 into twice of the length of the sloping length. ഇതാണ് വരുന്നത്. Which of the following branch is used to find the elevations of the given point? Elevation വെച്ചാൽ leveling. The ranging is done if both ends are visible, direct. Determining the points of the strategic importance, military. Meridians, relative positions on the earth in a small area, arbitrary. The true meridian through one of the extremities of the line, horizontal angle. True meridian വെച്ച് വരുന്നത് true bearing ആണ്. Magnetic meridian വെച്ച് വരുന്നത് magnetic bearing ആണ്. A theodolite can be used for horizontal angle, ranging a line, calculation of vertical height. അപ്പോൾ all of the above. Primary triangulation is done to find measuring Earth's figure. Dash is an error that under the same condition will also be same size and sign എന്ന് പറയുന്നത് systematic error ആണ്. Which of the following indicates a correct set of combination of total station? Electronic theodolite and EDM. It's not a principle of remote sensing. Interaction of energy with the satellite. Okay, then the ratio of volume of voids to the volume of solid is void ratio. Ratio of plasticity index to the flow index is roughness index. An arrangement composed of particles having an edge-to-edge orientation is flock length. The void ratio at the densest, loosest and natural state തന്നിട്ടുണ്ട്. Relative density calculate ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Relative density in the formula എന്തുവാ? RD is equal to E max minus E divided by E max minus E minimum. E max എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ void ratio of the cohesionless soil at the loosest state ആണ് E max. അപ്പോൾ loosest state എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടാമത്തെയാണ്. അപ്പോൾ 0.5. ഓക്കെ, ഇവിടെ മാക്സിമം എന്ന് വെച്ചാൽ ലൂസസ്റ്റ് കണ്ടീഷൻ ആണ്. അപ്പോൾ 0.5 മൈനസ് E natural state 0.4 divided by E max is equal to 0.5 minus E minimum എന്ന് വെച്ചാൽ ഡെൻസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 0.2 ആണ്. അപ്പോൾ 0.1 ഡിവൈഡ് ബൈ 0.3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 33.3%. ഓക്കെ, DAS apparatus is used to find the liquid limit. Cassigrand. Lacustrine soils are the soils deposited in lake beds. In IS classification system, the symbol used for the slit is M. The pore water pressure in the capillary zone is negative. The rate of flow under per unit cross-sectional area of an aquifer under a unit hydraulic gradient is known as coefficient of permeability. Okay, area ആയതുകൊണ്ടാണ് permeability. അതായത് per length per meter അങ്ങനെ വരുവാണെങ്കിൽ coefficient of transmissibility. Okay, if the angle of internal friction for a soil, the angle of failure plane related to the major principal plane in a series triaxial test will be 60 degree ആണ്. ഇത് എങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുല π/4 pi divided by 4 plus angle of internal friction divided by 2 ആണ്. Okay, π/4 plus 30 degree divided by 2 ആണ്. Okay, 180/4 plus 30 degree divided by 2, you will get 60 degree. Concrete and seawater are exposed directly along the sea coast. The use of which cement is advantageous under this condition is the slag or pozzolana cement. Wicket apparatus, എല്ലാവർക്കും അറിയാലോ consistency. The specific gravity of particles of ordinary Portland cement is 3.15. What is the ratio of the cement mortar used in the stone masonry? Stone masonry is 1:3. In DAS type of construction, the stones of irregular sizes are used. Irregular sizes, rubble masonry. DAS is used to ensure that the thickness of the plastering is uniform. ഇത് വെച്ചിട്ടാണ് വെച്ചാൽ bull mark വെച്ചിട്ട്. Development of swellings on the finished plastered surface is known as blistering. What is disuniting?
uniting of the structure, making into smaller members. As per IS 1343/1980, what is the minimum grade of concrete required for the pre-tensioned pre-stressed concrete is M40. PERT is used for scheduling. Okay? അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലോട്ട് നോക്കാം കാണാം. Okay?